തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് നിർമ്മിച്ചാണ് സംഘം തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്. കളക്ടർ എന്ന വ്യാജേനെ ആദ്യഘട്ടത്തിൽ ഫേസ്ബുക്ക് മെസഞ്ചറിലൂടെ അതിരപ്പള്ളി സ്വദേശിയായ യുവാവിന് മെസ്സേജ് അയക്കുകയായിരുന്നു. തുടർന്ന് തന്റെ സുഹൃത്ത് സുമിത് കുമാർ ബാംഗ്ലൂരിൽ CRPFിലെ ഉദ്യോഗസ്ഥനാണെന്നും ഇയാൾക്ക് ജോലിയിൽ നിന്നും സ്ഥലം മാറ്റം ലഭിച്ചതിനാൽ ബാംഗ്ലൂരിലെ വീട്ടിൽ നിരവധിയായി ഫർണിച്ചർ വസ്തുക്കൾ ഉണ്ടെന്നും ഇവ തുച്ഛമായ വിലയിൽ നൽകാമെന്നും പറയുകയായിരുന്നു. പിന്നീട് സുമിത് കുമാർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾ നോർത്ത് ഇന്ത്യൻ നമ്പറിൽ നിന്നും യുവാവിനെ വിളിച്ചു. ഫർണിച്ചറുകളുടെ ചിത്രങ്ങൾ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്തതിനു ശേഷം 1,10,000 രൂപയ്ക്ക് ഇവ നൽകാമെന്നും പറയുകയായിരുന്നു. CRPFിന്റെ ട്രക്കിൽ ഇവ സൗജന്യമായി വീട്ടിലേക്ക് എത്തിക്കുമെന്നും വാഗ്ദാനം ചെയ്തു. സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ അതിരപ്പള്ളി സ്വദേശി ഫർണിച്ചറുകൾ തനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങുകയായിരുന്നു. സംശയം തോന്നിയ ഇയാൾ ഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തു. Your contact number give me Arjun Pandyan sir, collector sahib. Oh yes, I know sir. He's chatting me 10 minutes before. Yes. Actual problem. My problem urgent duty transfer for Jammu. I have some furniture item that I sell urgent. This my items. Where are you staying, sir? I am present time Yelahanka CRPF camp Bangalore. But no issue. I will deliver your right address, free home delivery by CRPF truck. Okay. Your furniture is in Bangalore. Yes. Okay. I am free delivery your right address. Government give me offer. Okay. Your same WhatsApp number? This is my WhatsApp number, sir. Okay. I will send all item pick with price on your WhatsApp. Check out with confirm within 5 minutes. I have very short time, Robin Lal. Okay. Sir told me you have very good person. Okay. Thank you, Jain. Okay. തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ നേരത്തെയും 3ഓളം വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചിരുന്നു. സൈബർ സെല്ലിൽ ബന്ധപ്പെട്ടാണ് അന്ന് കളക്ടർ ആ വ്യാജ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തത്. ഒറ്റനോട്ടത്തിൽ കളക്ടറുടെ ഫേസ്ബുക്ക് പേജ് ആണെന്ന് തോന്നിപ്പിക്കാൻ കളക്ടറുടെ യഥാർത്ഥ ഫേസ്ബുക്ക് പേജിലെ ചിത്രങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താണ് സംഘം വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുന്നത്. സീ മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.